ജുമാ ഖുതുബ അത് മൈക്കിലൂടെയാകുമ്പോൾ സഹീഹാകുമോ ഇല്ലേ? ഇതല്ലേ ചർച്ചാ വിഷയം. സഹീഹാവുകയില്ല എന്ന് പറയുന്നവർ അതിന് പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതാ ഇന്ന കാരണത്താൽ, ഇന്ന പണ്ഡിതൻ പറഞ്ഞ കാരണത്താൽ മൈക്ക് ഖുതുബ അത് സഹീഹല്ല, ആ ജുമാ ബാത്തിലാണ് എന്ന് അവർ പ്രഖ്യാപിക്കണം, എന്നവർ സ്ഥിരപ്പെടുത്തണം. അത് സ്ഥിരപ്പെടുത്താത്ത കാലത്തോളം ഹലാലി എന്ന് പറയുന്നത് ഒരു ഹുക്കുമല്ല. ഹുക്കുമ് ഒന്നുകിൽ മുബാഹാണ്, അല്ലെങ്കിൽ വാജിബാണ്, അല്ലെങ്കിൽ സുന്നത്താണ്, അല്ലെങ്കിൽ കറാഹത്താണ്, അല്ലെങ്കിൽ ഹറാമാണ്. ഹലാലി എന്നത് ഈ 5 ഹുക്കുമിലും പെടാത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഗതി ഹലാലാകാൻ നമ്മൾ തെളിവുദ്ധരിക്കേണ്ടതില്ല. അത് ഒരു സംഗതി ഹലാലാകാതിരിക്കുന്നത് അത് ഹറാമാണ്, അല്ലെങ്കിൽ കറാഹത്താണ്, അല്ലെങ്കിൽ ഹറാമാണ് എന്ന് തെളിവുണ്ടാകുമ്പോഴാണ്. കറാഹത്തിനെ സംബന്ധിച്ചും മുബാഹിനെ സംബന്ധിച്ചും സുന്നത്തിനെ സംബന്ധിച്ചും വാജിബിനെ സംബന്ധിച്ചുമൊക്കെ ഹലാല് എന്ന് പറയാം. അതേസമയത്ത് ഹലാലല്ല എന്ന ഒരു സംഗതിയെപ്പറ്റി പറയണമെങ്കിൽ അത് ഹറാമാകുന്നതിന് തെളിവ് വേണം. വാസ്തവത്തിൽ മൗദൂദി സാഹിബ് 933 കണ്ട ഗവേഷണത്തിന്റെ അപ്പുറം ഇന്നത്തെ 7 വയസ്സായ കുട്ടികൾക്ക് പോലും ആ മൂല്യർ ഒച്ചഞ്ഞ കേൾക്കുന്നത് ഒരു മാറ്റമല്ലല്ലോ എന്ന് പറയുന്ന അതാണ് വലിയ ഗവേഷണം. മൗദൂദി സാഹിബിന്റെ ഗവേഷണം പമ്പിച്ച നിരീക്ഷണ പാഠവും. ആ നിരീക്ഷണ പാഠവത്തിൽ തെളിഞ്ഞ ഗവേഷണ ഫലത്തിനപ്പുറം ഇന്നും ഒരാൾക്കും ഇത് സംബന്ധിച്ച് മൗലികമായി പണ്ഡിതന്മാർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. ഇതാണ് ഈ വിഷയത്തിലുള്ള നിലപാട്. പുത്തൻവാദികൾ വരെ മൗദൂദി സാഹിബിനെ അവരൊഴിഞ്ഞു. പുത്തൻവാദികൾ പിന്നെ പുതിയതായിട്ട് പ്രബോധനം വന്ന്, പ്രബോധനത്തിന്റെ പുസ്തകം 39 ലക്കം 7 ഇതിന് വളരെ പ്രധാനമായി നിരത്തിയിട്ടുള്ള ഒരു ന്യായം എന്താണെന്നറിയോ? നിഷിദ്ധതക്കാണ് തെളിവ് വേണ്ടത്, ഉപയോഗത്തിനല്ല. ഒരു കാര്യത്തിന്റെ നിഷിദ്ധത പാടില്ല എന്നറിയാനാ തെളിവ് വേണ്ടത്, അനുവദനീയതക്ക് തെളിവ് വേണ്ട. ഇപ്പോഴും ചിലരൊക്കെ ഉദ്ധരിക്കേണ്ടത് പ്രബോധനം പറഞ്ഞു കൊടുക്കുക, മൗദൂദി സാഹിബ് പറഞ്ഞു കൊടുക്കുക, അത് പാവപ്പെട്ടവരൊക്കെ ഉദ്ധരിക്കുക. ഈ രീതിയിലായി മാറുകയാണ് ഈ വിഷയവും. അപ്പൊ പ്രബോധനത്തിന്റെ ഈ പറച്ചിലിൽ അനുവദനീയക്ക് തെളിവ് വേണ്ടെന്നാ കാര്യമായി ഇത് സംബന്ധിച്ച് പറഞ്ഞത്. ഈ അനുവദനീയതക്ക് തെളിവ് വേണ്ട എന്ന് പറയുന്ന വിഷയത്തിന്റെ അപ്പുറം പുതിയതൊന്നും കണ്ടിട്ടില്ല. ആരാണ് ഈ പറയുന്നത് അനുവദനീയതക്കാണ് തെളിവ് വേണ്ട, നിഷിദ്ധതക്കാണ് തെളിവ് വേണ്ടത്? സാധാരണ ഉപയോഗത്തെ സംബന്ധിച്ചാണെങ്കിൽ അത് അങ്ങനെ മനസ്സിലാക്കായിരുന്നു. ശരിയാണ്, നമുക്ക് ഉപയോഗിക്കാനാണ് വെച്ചാൽ അനുവദനീയതക്ക് തെളിവ് വേണ്ട, നിഷിദ്ധതക്കാ തെളിവ് വേണ്ടത് എന്ന്. എന്തുകൊണ്ട്? അടിസ്ഥാനപരമായ നിയമം അങ്ങനെയാണ് അല്ല, അവിടെ തന്നെ മാറ്റമുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും ശാഫിഈ മദ്ഹബിന്റെ ഉസൂല് പ്രകാരം, നിയമപ്രകാരം 2 വിധത്തിലാണ് അടിസ്ഥാന നിയമം വരിക. ഉപകാരമുള്ള വിഷയങ്ങളും വസ്തുക്കളും ഉപയോഗിക്കലാണ് അനുവദനീയമെന്ന് അടിസ്ഥാന നിയമം. ഉപദ്രവകരമായ സാധനങ്ങളും വസ്തുക്കളും അടിസ്ഥാനപരമായി നിഷിദ്ധമാകുന്നു എന്ന നിയമം. ഇങ്ങനെയാണ് നമ്മുടെ ഉസൂലിന്റെ നിയമം. അൽ അസ്ലു ഫിൽ മനാഫിഇൽ ഇബാഹ ലിഖൗലിഹി തആല ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഉപകാരത്തിന് അല്ലാഹു പടച്ചു എന്നതുകൊണ്ട് ഏത് വസ്തുക്കളായാലും ഉപകാരപ്രദമാണെങ്കിൽ അടിസ്ഥാന നിയമം അനുവദനീയത. ഒഫിൽ മവാരി, ഉപദ്രവകരമായതിൽ അടിസ്ഥാന നിയമം അത്തഹരീമു, അത് നിഷിദ്ധമാകുന്നു എന്നാണ്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുന്നു, ലാ ളററ വലാ ളിറാറ ഫിൽ ഇസ്ലാം. ജനങ്ങളെ ശല്യം ചെയ്യാൻ പാടില്ല, ഇടങ്ങേറാക്കാൻ പാടില്ല. അതുകൊണ്ട് ഉപദ്രവം സ്വന്തമായി ജനങ്ങളെ ഇടങ്ങേറാക്കാനും പാടില്ല, സ്വയം ഇടങ്ങേറാകാനും പാടില്ല. ഇത് വ്യക്തമായിട്ടുള്ളത് കൊണ്ട് ഉപദ്രവകരമായ സംഗതികൾ സ്വയം എടുക്കാനോ എടുപ്പിക്കാനോ പാടില്ല എന്ന് അടിസ്ഥാന നിയമം. ഇതാണ് ഒരു വസ്തുവിന്റെ അടിസ്ഥാന നിയമം. നമ്മളെ ഉസൂല് ഇമാം ബൈളാവിയുടെ മിൻഹാജുൽ ഉസൂൽ 337, നമ്മളെ ജമ്മുൽ ജവാമിയിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് കാണും. എന്നിട്ടാ പറയുന്നത് നിഷിദ്ധതക്ക് തെളിവ് വേണം, അനുവദനീയതക്ക് തെളിവ് വേണ്ട. പറയാൻ പറ്റൂല. ഇപ്പൊ മണ്ണ്, ഒരു സിമന്റിന്റെ കട്ട ഉണ്ടാവും, ഒരു സിമന്റിന്റെ കട്ട, ഇത് തിന്നാൻ പാടില്ല എന്ന് നമ്മളൊരു മുക്കല്ലഫായ മനുഷ്യൻ തിന്നുമ്പോ നമ്മൾ വിരോധിക്കുകയോ മസാല പറയുകയോ ചെയ്യുമ്പോ എന്താ അതിന്റെ അടിസ്ഥാനം? നിഷിദ്ധതക്കാ തെളിവ് വേണ്ടത്, നിഷിദ്ധതക്കാ തെളിവ് വേണ്ടത്, അനുവദനീയക്ക് തെളിവ് വേണ്ട. ഉപയോഗിക്കാ തിന്നോളിന്ന പറ്റില്ല.
ഉപദ്രവകരമാണത്. ആ സിമന്റിന്റെ കട്ട വാറ്റേക്കാക്കുന്നത് ഉപദ്രവകരമാണ്. അതുകൊണ്ട് ഹറാം എന്നാണ് അടിസ്ഥാന നിയമം. അപ്പൊ അനുവദനീയം എന്നതോ അത് ഉപകാരപ്രദമായ വസ്തുക്കൾക്കുള്ള അടിസ്ഥാന നിയമം. ഇങ്ങനെയാണ് അടിസ്ഥാന നിയമം. എന്നിട്ടും പറയുന്നു നിഷിദ്ധതക്കാണ് തെളിവ് വേണ്ടത്, അനുവദനീയക്ക് മൊത്തം തെളിവ് വേണ്ട. അപ്പൊ അടിസ്ഥാനവും പഠിച്ചിട്ടില്ല. എന്തു സൂലായി പറയുന്നതെന്നാവോ? അതിനാ ഇപ്പോഴും പാടി നടക്കുന്നത് ആളുകൾ. ഈ വിഷയം വാസ്തവത്തിൽ ഉപയോഗത്തെ കുറിച്ചല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഈ കാലത്ത് ധാർമ്മികമായ പല പ്രശ്നങ്ങളും ഈ യന്ത്രത്തെ ഉപയോഗിക്കുന്നതിനുണ്ട്. ശബ്ദമലിനീകരണത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കർണകഠോരമായിട്ടുള്ള ശബ്ദങ്ങൾ കൊണ്ട് കേൾവി തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. ഹൃദയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മറ്റനേകം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പുകവലി ഹറാമാണ് എന്നല്ലേ ഇപ്പം വരും മുജാഹിദീങ്ങളെല്ലാം കൂടി ഇറക്കുന്നത്. സൗദിയിലെ സെൽഫികളോടൊന്ന് ചോദിച്ചു നോക്കണം, അവിടുത്തെ മുത്തവമാരോടൊന്ന് ചോദിച്ചു നോക്കണം, പുകവലിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലോ പുകവലിയായിട്ട് ബന്ധപ്പെട്ട് സിഗരറ്റ് ബന്ധപ്പെട്ടോ അല്ലോ ആക്കാം. എന്താ കാരണം? ഉപദ്രവകരമാണ്, നാശകരമാണ്, വിനാശകരമാണ്, ഹറാം. അങ്ങനെയാണെങ്കിൽ ഇതിനെപ്പറ്റി എങ്ങനെയാ വേണ്ടിയത്? പൊതു ഉപയോഗം തന്നെ ഹറാമാന്ന് പറയണം പുതിയ ഗവേഷകന്മാർ. എന്നാൽ അതിരിക്കട്ടെ, ഇവിടെ വിഷയം അതല്ല. പുതിയ ഉപയോഗമാണെങ്കിൽ നമ്മളിത് ഉപയോഗിക്കുന്നവരാണ്. പ്രസംഗിക്കുന്നു, സംസാരിക്കുന്നു, പറ്റാവുന്നിടത്തോളം തെളിവ് കിട്ടാവുന്നിടത്തോളം നിഷിദ്ധമാണെന്നോ പറ്റില്ലെന്നോ കാണാത്തയിടത്തൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ എവിടെയാ ഉപയോഗിക്കുന്നത്? തർക്ക വിഷയം. ഇബാദത്തുകളിൽ ഇത് ഉപയോഗിക്കുന്നതാണ് തർക്ക വിഷയം. ഇബാദത്തുകളുടെ അടിസ്ഥാന വിഷയം അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും എന്ത് കാണിച്ചു തന്നുവോ, സലഫും ഖലഫും എന്ത് കാണിച്ചു തന്നുവോ അതിനെ അപ്പടി അനുകരിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നതാണ് ഇബാദത്തുകളുടെ കാര്യത്തിലുള്ള അടിസ്ഥാന നിയമം. فليس لنا إحداث صفة لم توجد في عهده عليه الصلاة والسلام إلا بدليل. രേഖയും തെളിവുമില്ലാതെ നമുക്ക് ഒരു സംഗതിയും ഇബാദത്തുകളിൽ ഒരു പുതിയ രൂപവും ഉണ്ടാക്കൽ അനുവദനീയമല്ല. അപ്പൊ നബി തങ്ങളുടെ കാലത്തില്ലാത്ത പുതിയ രൂപം ഇബാദത്തുകളിൽ ഉണ്ടാക്കൽ അനുവദനീയമല്ല എന്നത് അടിസ്ഥാന നിയമമാണ് ഇബാദത്തിൽ. ഈ നിയമം വെച്ചുകൊണ്ട് തന്നെ ഇത് ഇബാദത്തുകളിൽ കടത്തിക്കൂട്ടുന്നതാണ് തെറ്റ്. അതാണ് കുറ്റകരം, അതാണ് പാടില്ലാത്തത്. വേണമെങ്കിൽ വിഷയം അതല്ലതാനും. അനേകം പ്രശ്നങ്ങളാണ് ഇവിടുത്തെ വിഷയം. ഞാനത് പരത്തി പറയുന്നില്ല, പുസ്തകങ്ങളുമുണ്ട്. ഇനിയും പുസ്തകം ഇൻഷാ അല്ലാഹ് പുനഃപ്രസിദ്ധീകരിക്കും. എല്ലാവരും ഇത് വിശദമായിട്ട് വായിക്കാം. ആ വായിക്കുന്നതിൽ മിക്കവാറുള്ള എല്ലാ സംശയങ്ങളും അതിലുണ്ട്. ഞാൻ വളരെ ചുരുക്കട്ടെ.